ഞാനിന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് ബസ് എടുത്ത് നമ്മൾ മാനാഞ്ചിറ BM സ്കൂളിൻ്റെ കോഴിക്കോട് മാനാഞ്ചിറ BM സ്കൂളിൻ്റെ മുന്നിൽ വന്ന് ഇറങ്ങി. അപ്പം BMൻ്റെ ബസ് സ്റ്റോപ്പും ഉണ്ട്, അപ്പുറത്തൊരു ബസ് സ്റ്റോപ്പും ഉണ്ട്. അപ്പം ഞാൻ എൻ്റെ കയ്യിലൊരു ഷോൾ ഉണ്ടായിരുന്നു, അതൊക്കെ ഊരി ഞാൻ ബാഗിലിട്ടു. കുടയും അടക്കി ബാഗിലിട്ട സമയത്ത് എനിക്ക് ഐ തോട്ട് അയാളൊരു ബംഗാളിയാണെന്ന് ഞാൻ വിചാരിച്ചു. അപ്പം അയാളൊരു വൃത്തികെട്ട രീതിയിലെ നോട്ടം എന്ന് പറഞ്ഞാൽ മാസിവ്, എന്താ പറയുക, വൃത്തികെട്ട രീതിയിലെ നോട്ടം. എന്നിട്ട് ഞാനിങ്ങനെ നടന്നു വരുന്ന സമയത്ത് അയാൾ എന്നെ ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ വന്ന് മുട്ടാനൊക്കെ നോക്കുക. അപ്പം എനിക്ക് ഭയങ്കര ഡിസ്കംഫേർട്ട് ആയതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഈ ബസ് സ്റ്റോപ്പിൽ നിന്ന് ഇപ്പുറത്തെ ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു. അപ്പം അങ്ങോട്ട് നടന്ന് ഇങ്ങനെ പോകുന്ന സമയത്ത് ഐ ഫെൽ കംഫർട്ടബിൾ ദെയർ. അപ്പം അത് കഴിഞ്ഞ് ഞാൻ ശ്രദ്ധിക്കുന്ന ഇയാൾ ആ ബസ് സ്റ്റോപ്പിൽ നിന്ന് ഈ ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു വരുന്നത് ഞാൻ പിന്നെ കാണുന്നത്. അപ്പം ഞാൻ വിചാരിച്ചത് എന്താണ് എന്നിട്ട് അയാൾ ഒരു വൃത്തികെട്ട നോട്ടോ. അപ്പം അത് കഴിഞ്ഞിട്ട് സീരിയസ് സിറ്റുവേഷനായിട്ട് ചിരിക്കുന്നൊന്നും നോക്കരുത്, ക്യാമറ മുന്നിലുള്ളതുകൊണ്ടാണ് ചിരിച്ചു പോകുന്നത്. പിന്നെ ഞാൻ വിചാരിച്ചു എൻ്റെ ഈ ഡ്രസ്സിങ് കാരണമാണോ ഇനി അങ്ങനെ അയാൾ വൃത്തികെട്ട നോട്ടം നോക്കുന്നതെന്ന് വെച്ചാൽ പിന്നെ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഞാൻ ഇങ്ങോട്ട് മാറി എൻ്റെ കയ്യിലുള്ളൊരു ഷോൾ എടുത്ത് ഞാൻ ഇട്ടു. അപ്പം ആ നോട്ടം ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ദെൻ ഞാൻ കണ്ടത് അയാൾ വേറൊരു സ്ഥലത്തേക്ക് പോയിട്ട് എൻ്റെ വസ്ത്രധാരണ ആണോ അതിനൊരു പ്രശ്നം എന്നുള്ളൊരു ഒരു ചിന്ത എനിക്ക് വന്നുകൊണ്ടാണ് ഞാൻ ആ ഷോൾ ഇട്ടത്. ഞാൻ പിന്നെ കാണുന്ന രംഗം എന്ന് പറഞ്ഞാൽ അയാൾ എൻ്റെ അടുത്ത് ഇങ്ങനെ അയാൾ നടന്നു വരുന്ന സമയത്ത് എന്നെ ഇങ്ങനെ തട്ടാൻ നോക്കി. ഞാൻ ഇങ്ങനെ ഒഴിഞ്ഞു മാറി. പിന്നെ അയാൾ പോയത് പർദ്ദ ഇട്ടിട്ടുള്ള 2 താത്തമാരെടുത്തേക്കാണ്. 2 ചേച്ചിമാരവിടെ ഇരിക്കുന്നുണ്ട്. അതേപോലെ ഫുള്ളി കവേർഡ്. അപ്പോൾ ഡ്രസ്സല്ല, നമ്മൾ ടെക്നിക്കലി മലയാളം കാവച്ചിട്ടൊരു വാക്കുണ്ടല്ലോ, കാഴ, അതാണ് അയാൾക്കുള്ളത്. അപ്പം ഞങ്ങളിങ്ങനെ ആ താത്തമാരിങ്ങനെ ഇതിങ്ങനെ പറയുന്നത് ഞാൻ കേട്ടു. അവിടെ നിന്ന് അവരും ഡിസ്കംഫേർട്ടായി. അയാൾ അവരെ തൊടാനായിട്ട് പോയി. അപ്പം ഞാനിങ്ങനെ ചോദിച്ചു അയാളാണോ. അപ്പോൾ അവരെന്നോട് പറഞ്ഞപ്പോൾ ഇത് കേട്ടിട്ടുള്ള അവിടുത്തെ കുറച്ച്, ഞാൻ പറയാലോ, നല്ല ഈ എവറി സൈഡ് ഹാസ് ഗോട്ട്, ഒരു കോയിന് 2 സൈഡ് ഉണ്ട് എന്ന് പറയുന്ന പോലെ അവിടെ നല്ല മര്യാദയുള്ള 2 പേരെ ഞാൻ കാണുകയും സുലേട്ട് അവർ പോയി ഇടപെടുകയും ഐ ഗെസ് പോലീസിനെ വിളിച്ചു എന്നാണ് പറയുന്നത്. സോ ഇതാണ് നടന്ന സിറ്റുവേഷൻ, നടന്ന കാര്യം. ഇതിന്ന് നടന്ന ഇൻസിഡൻറ്റ് ചെറിയൊരു ക്ലിപ്പാണ് ഗൈസ്. ഇങ്ങനെ പല അനുഭവങ്ങളും പലർക്കും ഉണ്ടായിട്ടുണ്ടാവും. ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ നമ്മൾ സമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരണം, നമ്മൾ റിയാക്ട് ചെയ്യണം. അപ്പോൾ ഇന്നൊക്കെ അത്രയ്ക്കുള്ളൂ. താങ്ക് യു.